എല്ലാവർക്കും കേരള രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചോറുണ്ണാനായിട്ട് ഒരു മുട്ട പൊരിച്ചെടുക്കാം കേട്ടോ. ഞാൻ 3 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട എത്ര വേണമെങ്കിലും എടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ 3 മുട്ടയുള്ളൂ, അതുകൊണ്ട് 3 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പം കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പം നമ്മൾ ഒരു 5-6 വെളുത്തുള്ളി ഇട്ടോ. ഇത് നടു കീറിയിട്ട് ഉള്ളതാണ്, 5-6 അതിൽ 10-15 ചെറിയ ഉള്ളി. കാശ്മീരി മുളക് പൊടി കേട്ടോ, നമ്മൾ 1 ടീസ്പൂണ് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഗരം മസാലയാണ് ചേർക്കുന്നത് കേട്ടോ, അത് 1 ടീസ്പൂണ് ചേർക്കാം. ഒരു ലേശം പുളി ചേർക്കുന്നുണ്ട്. നമുക്കിതൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. ഒക്കെ കൂടി നമ്മൾ ഇതിങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് അരയണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതി. നമുക്ക് സ്റ്റൗ കത്തിക്കാം, ഉരുളി വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് മുട്ടയൊന്ന് പൊരിച്ചെടുക്കുക. നമുക്ക് കൂട്ടത്തിൽ സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കുക. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് വെള്ളം കൂടി ഒഴിക്കാം കേട്ടോ. ഉപ്പിൻ്റെ വെള്ളമാണ്, ഉപ്പിട്ട ചിലപ്പോൾ അവിടെയും കൂടി പിടിക്കും. നമ്മുടെ മുട്ടയായിട്ടുണ്ട്, നമുക്ക് എടുക്കാം. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കടുക്, വറ്റൽമുളക്, കറിവേപ്പില, ലേശം ജീരകം. ഇനി നമ്മൾ ഈ അരച്ചു വെച്ച സാധനം ഇട്ട് കൊടുക്കുക. ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ അരച്ചു വെച്ചില്ല. ഇതിൻ്റെ മണം, ഈ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ മണം പോകണ വരെ നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് ഈ ജാറ് കഴുകിയിട്ട് അതിൻ്റെ വെള്ളം കൂടി ഒഴിക്കാം. നമുക്കിത് ഈ വെള്ളം വറ്റണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ മുട്ടയിൽ മാത്രമേ ഉപ്പിട്ടിട്ടുള്ളൂ, ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിടുക. വറ്റണ വരെ നമുക്ക് ഇതൊന്നും ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർക്കാം. നമ്മൾ പൊരിച്ചു വെച്ച മുട്ടയാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പം ഇഷ്ടംമാതിരി കറിയൊന്നും ഇല്ലെങ്കിലും ചോറുണ്ണാനിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് മാത്രം മതി കേട്ടോ ചോറുണ്ണാൻ. നമുക്കിതിൽ ഉപ്പുണ്ടോ എന്ന് നോക്കുക. കുറച്ച് കുരുമുളക് പൊടി ചേർക്കുക.
നമുക്ക് ഈ മസാലകളൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു പഞ്ചസാര ചേർക്കുക. സ്വല്പം പഞ്ചസാര കേട്ടോ. അത് ആ മസാലകളൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനാണ്. പൊരിച്ചെടുത്തത് റെഡി ആയിട്ടുണ്ട്. അപ്പം മീനൊന്നും ഇല്ലെങ്കിൽ നമുക്കിത് കൂട്ടി ചോറുണ്ണാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിൽ ഇത് കൂട്ടി ചോറുണ്ണാം. അപ്പം നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ മുട്ട പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് സ്കൂളിലേക്ക് ചോറ്റും പാത്രത്തിൽ കൊടുത്തു വിടാനൊക്കെ നല്ലതാണ് കേട്ടോ. വേറൊരു കറിയുടെ ആവശ്യമില്ല. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റ് ഉള്ളതാണ് കേട്ടോ. ആ പുളിയും മസാലകളൊക്കെ കൂടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക.